നമസ്കാരം. പ്രധാന വാർത്തകൾ. പുഴയ്ക്കടിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു. സൈന്യം മടങ്ങില്ല. നാളെ വിശദ പരിശോധന നടക്കും. അർജുനായുള്ള തിരച്ചിലിൽ ഗംഗാവലി പുഴയ്ക്കടിയിൽ നിന്നും സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യം. സിഗ്നൽ കരയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണെന്നും ലോറി മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും സൈന്യം അറിയിച്ചു. സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് നാവികസേന നാളെ വിശദമായ തെരച്ചിൽ നടത്തും. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ 120ഉം ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നാളെ തെരച്ചിൽ നടത്തുക. പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന. അതേസമയം 7ാം ദിവസത്തെ തിരച്ചിലും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാരന് ദാരുണാന്ത്യം. കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. കുമളി 66ാം മൈലിന് സമീപം ഇന്ന് രാത്രിയോടെയാണ് സംഭവം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചപ്പോഴാണ് കാറിനുള്ളിൽ ആളുള്ളതായി വ്യക്തമായത്. മരിച്ചയാളെ പറ്റി വിവരം ലഭിച്ചിട്ടില്ല. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളത്ത് വാഹനാപകടം. കോളേജ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. എറണാകുളം വാഴക്കുളം കുന്നുവഴിയിലാണ് അപകടമുണ്ടായത്. മാറമ്പള്ളി MES കോളേജിലെ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനി റെയ്സ ഫാത്തിമയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. വൈകിട്ട് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകും വഴി വിദ്യാർത്ഥിനി ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥിനിയുടെ ദേഹത്തുകൂടി മറ്റൊരു പിക്കപ്പ് വാൻ കയറിയിറങ്ങി. ഉടൻ തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ബംഗളൂരുവിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി അധ്യാപിക മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് ആലപ്പുഴ സ്വദേശിയായ അധ്യാപിക ബംഗളൂരുവിൽ മരിച്ചു. രാമങ്കരി കവലയിൽ PK വർഗീസിന്റെയും ഷൂബിമോളുടെയും മകൾ ആൽഫിമോളാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. 11 ദിവസമായി ബംഗളൂരുവിലെ സെന്റ് ഫിലോമിന ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം. ബംഗളൂരുവിൽ MSc പഠനം പൂർത്തിയാക്കിയ ശേഷം ദയാ കോളേജ് അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. INS ബ്രഹ്മപുത്രയ്ക്ക് തീപിടിച്ചു. നാവികനെ കാണാതായതായി പരാതി. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ബ്രഹ്മപുത്രയ്ക്ക് തീപിടിച്ചു. മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ഒരു നാവികനെ കാണാതായതായി നാവികസേന അറിയിച്ചു. തീ ഇന്ന് രാവിലെയോടെ നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞുവെന്ന് നാവികസേന അറിയിച്ചു. തീ അണച്ച ശേഷം ഇന്ന് ഉച്ചയോടെയാണ് കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞത്. പരമാവധി ശ്രമിച്ചിട്ടും നാവികസേനയ്ക്ക് കപ്പലിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചിട്ടില്ല. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചെങ്കിലും കാണാതായ ജൂനിയർ നാവികനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും നാവികസേന വ്യക്തമാക്കി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.